പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് പവർ, അല്ലേ? പവർ അഥവാ ഊർജം, അല്ലേ? ഊർജ്ജമാണ്. നമുക്ക് എന്താണ് ജോലി ചെയ്യാനായിട്ട് നമുക്ക് നല്ല പവർ വേണം, അല്ലേ? അപ്പോൾ എന്താണ് പവർ എന്ന് അറിയണ്ടേ? ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് എന്ന് ഞാൻ പറയും. അതായത് സമയത്തിനനുസരിച്ച് എന്തുമാത്രം ജോലി ചെയ്യുന്നു. അപ്പോൾ 5 മിനിറ്റ് കൊണ്ട് 100 മീറ്റർ ഓടുന്ന ഒരാൾ, അല്ലെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് 1000 മീറ്റർ അല്ലെങ്കിൽ ഒരു 100 മീറ്റർ ഓടുന്ന ഒരാളുണ്ടെങ്കിൽ ഇവർ തമ്മിൽ നോക്കുമ്പോൾ ആരാ പവർ കൂടുതൽ? ഒരേ സമയത്ത് തന്നെ കൂടുതൽ ദൂരം ഓടിയെത്താൻ കഴിവുള്ള ആൾക്കായിരിക്കും എന്താ പവർ കൂടുതൽ, അല്ലേ? അല്ലെങ്കിൽ ഒരു 10 സ്റ്റെപ്പ് 10 സെക്കൻഡ് കൊണ്ട് നമുക്ക് ഓടിച്ച് കയറാം, 20 സെക്കൻഡ് എടുത്ത് പയ്യെ ഓടാം, അല്ലേ? അപ്പോൾ അതിൽ 10 സെക്കൻഡ് കൊണ്ട് ഞാൻ വേഗം ഓടിയെത്തിയാൽ എനിക്ക് കൂടുതൽ പവർ ഉണ്ടെന്ന് അർത്ഥം, ശരിയല്ലേ? സോ പവർ ഇസ് ഡിഫൈൻഡ് ആസ് ദ ടൈം റേറ്റ് അറ്റ് വിച്ച് ദ വർക്ക് ഇസ് ഡൺ. സോ സാധാരണ നമ്മൾ പവർ പറയുമ്പോൾ അതിൻ്റെ സിമ്പിളായിട്ട് പി എന്ന് പറയുന്ന ലെറ്റർ ആണ് കാണിക്കുന്നത് കേട്ടോ. പവർ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് പി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി നമുക്ക് പവറിനെ ഫോഴ്സിൻ്റെയും അതുപോലെ വെലോസിറ്റിയുടെയും എന്താണ് ടേംസിൽ നമുക്കതിനെ ഡിറൈവ് ചെയ്യണം. സോ നമ്മൾ അത് ഡിറൈവ് ചെയ്യാനാണ് പോകുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന മറ്റൊരു ഇക്വേഷൻ ഉണ്ട്. വർക്കും ടൈമും വെച്ച് പറയുമ്പോൾ നമ്മൾ പവർ സാധാരണ ഇക്വേഷൻ എങ്ങനെയാണ്? പി ഈസ് ഈക്വൽ, അത് പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം എന്ന് പറയും, അല്ലേ? വർക്ക് ബൈ ടൈം, അതായത് W/T. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പവറിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? SI യൂണിറ്റ് എന്തായിരിക്കും? പവറിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ പറയുന്ന വർക്ക് ഡണ്ണിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? വർക്ക് ജൂൾസിലാണ് പറയുന്നത്. അതുപോലെ ടൈം സെക്കൻഡിലാണ്. അപ്പോൾ ജൂൾ പെർ സെക്കൻഡാണ് അതിൻ്റെ നോർമൽ യൂണിറ്റ് എന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ സാധാരണ പറയുമ്പോൾ SI യൂണിറ്റ് നമ്മൾ വാട്ട് എന്നാണ് പറയുക. വാട്ട്, WATT, അതായത് W. ബിക്കോസ് ഇത് കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റിൻ്റെ ഓർമ്മയ്ക്കാണ് വോട്ട് എന്നുള്ളൊരു പേര് കൊടുത്തിരിക്കുന്നത്, അല്ലേ? ഇനി ഇതിൻ്റെ ഒരു ഹയർ യൂണിറ്റ് നിങ്ങൾ കേട്ട് കാണും, ഹോഴ്സ് പവർ. കേട്ടിട്ടുണ്ടോ? HP എന്ന് നമ്മൾ പറയും. അങ്ങനെയാണെങ്കിൽ 1 ഹോഴ്സ് പവറിൻ്റെ വാല്യൂ എത്ര നിങ്ങൾക്കറിയാമോ? എത്ര വാട്ട്സ് കൂടുമ്പോഴാണ് ഒരു ഹോഴ്സ് പവർ ആവുന്നത്? യെസ്, ഇറ്റ് ഈസ് 746 വാട്ട്സ്. കേട്ടോ? 1 ഹോഴ്സ് പവർ എന്ന് പറയുന്നത് 746 വാട്ട്സ് ആണ്. ഓക്കെ, മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്കിനി പവറിനെ ഫോഴ്സിൻ്റെയും വെലോസിറ്റിയുടെയും ആ ഒരു ടേംസ് വെച്ച് നമുക്കൊന്ന് ഡിറൈവ് ചെയ്യാൻ നോക്കാം. നമുക്കതൊന്ന് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങൾക്ക് ആദ്യമേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് അറിയേണ്ട 2 കാര്യങ്ങളുണ്ട്. നമുക്കറിയാലോ, DW എന്ന് പറഞ്ഞ എന്തിന് ഈക്വലാ? F ഇൻറ്റു DR പകരം ഞാൻ DXന് പകരം ഞാൻ DR എടുക്കുന്നു. കാരണം വിത്ത് റെസ്പെക്ട് ടു R ആണ് മിസ് പറയാൻ പോകുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് വേണമെങ്കിൽ വെലോസിറ്റി V ആയിട്ട് എടുക്കാം കേട്ടോ. V ആയിട്ട് എടുത്താലും കറക്റ്റായിട്ട് നമുക്ക് ആൻസർ കിട്ടും. V വേണമെങ്കിൽ V ആയിട്ട് എടുക്കാം. മിസ് ഇവിടെ R ആയിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ DW F ഇൻറ്റു DR. സാധാരണ നമ്മൾ ഇതുവരെ DX എന്നാണ് എടുത്തത്, ഞാനിവിടെ DR എന്ന് എടുക്കുന്നു. V എന്നും വേണമെങ്കിൽ എടുക്കാം, വെലോസിറ്റി V എന്നും വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെ വരുമ്പോൾ എന്താണ് DW/dt എന്ന് പറയുന്നത്? ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ DW/dt എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ എന്തായിട്ട് മാറും എന്നാണ് ചോദ്യം. എന്തായിട്ട് മാറും? F ഇൻറ്റു DR/dt എന്ന് മാറും, അല്ലേ? F ഇൻറ്റു DR/dt എന്ന് മാറും. ഇതിൽ തന്നെ DW/dt സമയത്തിനനുസരിച്ച് വർക്ക് ചെയ്യുമ്പോഴാണല്ലോ പവർ ഉണ്ടാവുക. അത് നമുക്കറിയാമല്ലോ. പവർ എന്ന് പറഞ്ഞാൽ DW/dt ആണ്, ശരിയല്ലേ? സോ ഇവിടെ നമുക്ക് എന്തെഴുതാം? P എന്ന് എഴുതാം. ഇസ് ഈക്വൽ ടു F ഇൻറ്റു എന്താണ് ഇവിടെ മാറ്റം വരുന്നത്? DR/dt, അല്ലേ? അതായത് ആ ഒരു സമയത്ത് ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ അവിടെ അനുഭവപ്പെടുന്ന വെലോസിറ്റി. സോ ഇവിടെ DR/dt എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഇറ്റ് ഈസ് ദ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയാണ് കേട്ടോ. ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. ക്ലിയർ ആണല്ലോ? സോ P ഈസ് ഈക്വൽ F ഇൻറ്റു DR/dt എന്നാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. സോ ദിസ് ഈസ് ദ റിലേഷൻ ഓഫ് പവർ, ഇക്വേഷൻ ഫോർ പവർ ഇൻ ടേംസ് ഓഫ് ഫോഴ്സ് ആൻഡ് വെലോസിറ്റി. ഓർക്കണം, F ആണ് ഫോഴ്സ്, R എന്ന് പറഞ്ഞ വെലോസിറ്റിയാണ്. ടൈമിനനുസരിച്ചിട്ട് ഉണ്ടാകുന്ന വെലോസിറ്റിയുടെ മാറ്റത്തെ, ആ ഒരു പെർട്ടിക്കുലർ മൂവ്മെൻറ്റിലെ വെലോസിറ്റിയാണ് നമ്മൾ DR/dt എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ആക്ച്വലി ദ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ഓഫ് ദാറ്റ് ഒബ്ജെക്റ്റ്. കൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ അല്ലേ? പഠിക്കണം കേട്ടോ. ഈ ഒരു റിലേഷൻ ചോദിക്കാറുണ്ട്.
ഇനി നമുക്ക് കൊളീഷൻസിലേക്കൊന്ന് പോയാലോ. കൊളീഷൻസ് എന്നുള്ള വാക്ക് നിങ്ങൾക്കറിയാം അല്ലേ. കൊളീഷൻസ് കൂട്ടിയിടിക്കുക അല്ലെങ്കിൽ കൂട്ടിമുട്ടുക എന്നൊക്കെ നമ്മൾ പറയും. ഒരു കപ്പിൽ അല്ലെങ്കിൽ ഒരു പാനിൽ നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ച് കഴിഞ്ഞാൽ ആദ്യം വെള്ളം ഒന്ന് ചൂടായി കഴിയുമ്പോൾ തിളയ്ക്കാൻ തുടങ്ങും അല്ലെ. കുറച്ച് കഴിയുമ്പോൾ ആ തിളയ്ക്കുന്ന സമയത്ത് അവിടെ വാട്ടർ മോളിക്യൂൾസ് തമ്മിൽ എന്ത് ചെയ്യുവാണ്, കൊളൈഡ് ചെയ്യുകയാണ് അല്ലേ ശരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ശരിക്കും 2 ടൈപ്പ് ഓഫ് കൊളീഷൻസ് അല്ലേ ഉള്ളത്. അത് ഏതെല്ലാമാണെന്നൊന്ന് പറയാമോ? യെസ്, നിങ്ങൾക്ക് അറിയാം അല്ലേ. They are elastic collisions and inelastic collisions. അപ്പോൾ ഇത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നമുക്കൊന്ന് അറിയണ്ടേ. നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് ഇലാസ്റ്റിക് കൊളീഷൻസിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞാൽ അവിടെ മൊമെന്റവും അതുപോലെ കൈനറ്റിക് എനർജിയും കൺസേർവ്ഡ് ആയിരിക്കും. ഒരു വസ്തുവിന് അല്ലെങ്കിൽ 2 വസ്തുക്കൾ തമ്മിൽ ഇലാസ്റ്റിക് കൊളീഷൻ ആണ് ഉള്ളതെന്ന് പറയുമ്പോൾ അവർക്ക് കൈനറ്റിക് എനർജിയും അതുപോലെ മൊമെന്റവും എന്തായിരിക്കും, കൺസേർവ്ഡ് ആയിരിക്കും. അവിടെ മാറ്റമുണ്ടാകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഇലാസ്റ്റിക് കൊളീഷനുള്ള പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് നോക്കിയാലോ. മൊമെന്റം ഇസ് കൺസേർവ്ഡ്. അവിടെ മൊമെന്റം മാറുന്നില്ല. നമുക്കറിയാം മൊമെന്റം പി എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി അല്ലേ. സോ അത് മാറുന്നില്ല, ഇറ്റ് ഈസ് കൺസേർവ്ഡ്. രണ്ടാമത്തത് ടോട്ടൽ എനർജി മാറുന്നില്ല, ടോട്ടൽ എനർജി ഈസ് കൺസേർവ്ഡ്. മൂന്നാമത് പറയുന്നത് എന്താണ്, കൈനറ്റിക് എനർജിയും കൺസേർവ്ഡ് ആണ്, അതിനും മാറ്റമില്ല. The force involved during the collision are conservative forces. അവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സുകളെല്ലാം തന്നെ കൺസർവേറ്റീവ് ഫോഴ്സുകളാണ്, ഒന്നിനും മാറ്റമുണ്ടാകുന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഇൻഇലാസ്റ്റിക് കൊളീഷൻ? ഇൻഇലാസ്റ്റിക് കൊളീഷനിൽ മൊമെന്റം മാറ്റമില്ലാതെ തുടരുമ്പോൾ കൈനറ്റിക് എനർജിക്ക് മാറ്റമുണ്ട്. ഓക്കെ, മൊമെന്റം കൺസേർവ്ഡ് ആണ്, ബട്ട് ദ കൈനറ്റിക് എനർജി ഇസ് നോട്ട് ദ സെയിം. അപ്പോൾ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. മൊമെന്റം ഇസ് കൺസേർവ്ഡ്, ടോട്ടൽ എനർജി കൺസേർവ്ഡ് ആണ്, പക്ഷേ കൈനറ്റിക് എനർജി മാത്രം കൺസേർവ്ഡ് അല്ല. അതുപോലെ അവിടെ ഇൻവോൾവ് ആവുന്ന എല്ലാ ഫോഴ്സുകളൊന്നും കൺസേർവ്ഡ് അല്ല. പാർട്ട് ഓർ ഹോൾ ഓഫ് ദ കൈനറ്റിക് എനർജി ക്യാൻ ബി കൺവേർട്ട് ഇൻ ടു അതർ എനർജി ഫോംസ്. എന്നാൽ കൈനറ്റിക് എനർജിയുടെ കുറച്ചു ഭാഗം എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. അത് ഹീറ്റ് എനർജി ആയിട്ടോ സൗണ്ട് ആയിട്ടോ അല്ലെങ്കിൽ ലൈറ്റ് എനർജി ആയിട്ടെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, പാർട്സ് ആയിട്ടോ ഹോൾ ആയിട്ടോ കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് ഇൻഇലാസ്റ്റിക് കൊളീഷൻസിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ. മനസ്സിലായോ? ഇനി നമ്മൾ കാണുക കൊളീഷൻസ് ഇൻ 1 ഡയമെൻഷൻ. നമുക്കൊന്ന് നോക്കിയാലോ. സോ നമുക്കിവിടെ കൺസിഡർ ചെയ്യേണ്ടത് 2 ഒബ്ജക്ട്സിനെയാണ് കേട്ടോ. അതിൽ ഫസ്റ്റ് ഒബ്ജക്റ്റിൻ്റെ മാസാണ് m1, രണ്ടാമത്തെ ഒബ്ജക്റ്റിൻ്റെ മാസാണ് m2. നമുക്ക് 2 തേങ്ങ കൺസിഡർ ചെയ്യാം കേട്ടോ. ഒരു ഹെവി തേങ്ങയുണ്ട്, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള തേങ്ങയുണ്ട്, ഒരു പൊട്ട തേങ്ങയുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ മാസ് m1ഉം രണ്ടാമത്തെ മാസ് എത്രയാണ്, m2 ആണ്. ഓക്കെ, ഇനി ഇത് നിങ്ങൾക്ക് ബിഫോർ കൊളീഷൻ ഈ ഒരു തേങ്ങകൾ ഇരിക്കുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എങ്ങനെ ഇരിക്കുന്നത് നോക്കിക്കേ. ബിഫോർ കൊളീഷൻ എന്താണ് ഇതിൻ്റെ അവസ്ഥ? ബിഫോർ കൊളീഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്താണ്, u1 ആണ് അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി. അതുപോലെ എ എന്ന് പറയുന്ന ആദ്യത്തെ തേങ്ങ കേട്ടോ. രണ്ടാമത്തെ ഒബ്ജക്റ്റിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി ആണ് എന്താ, u2 എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ദ കേസ് ബിഫോർ കൊളീഷൻ. ഇവർ തമ്മിൽ കൊളൈഡ് ചെയ്തതിന് മുൻപുള്ള കാര്യമാണ് മിസ് ഇപ്പോൾ പറഞ്ഞത്. ഇനി ഇവർ തമ്മിൽ കൂട്ടിയിടിച്ചു, കൊളീഷൻ നടന്നു. അതിനുശേഷം ദ ഒബ്ജക്റ്റ് എ, അതിൻ്റെ മാസ് സെയിം തന്നെയാണ്, പക്ഷെ വെലോസിറ്റി മാറി. സോ ഇനീഷ്യൽ വെലോസിറ്റി ചേഞ്ച് ടു എ ഫൈനൽ വെലോസിറ്റി ദാറ്റ് ഇസ് v1. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി എന്തായി മാറിക്കാണും, v2 ആയിട്ട് മാറിക്കാണും അല്ലേ. അപ്പോൾ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയല്ലോ. സോ നിങ്ങൾ ഇൻട്രൊഡക്ഷനിൽ ഈ ഒരു 5 മാർക്കിൻ്റെ ഡെറിവേഷൻ വന്നാൽ ഇതാണ് എഴുതേണ്ടത്. എന്താണ്, കൺസിഡർ 2 ബോഡീസ്, ഒന്നാമത്തെ മാസ് m1, രണ്ടാമത്തെ മാസ് m2, ആൻഡ് ദെയർ ഇനീഷ്യൽ വെലോസിറ്റീസ് ആർ u1 ആൻഡ് u2. ഓർക്കേണ്ട കാര്യം, രണ്ടും സെയിം ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത് ആൻഡ് ആർ ഇൻ ദ സെയിം ലൈൻ.
ഇനി ഫസ്റ്റ് ഒബ്ജക്റ്റിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി ആണ് സെക്കൻഡ് ഒബ്ജക്റ്റിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റിയേക്കാൾ ഹയർ എങ്കിൽ, ദാറ്റ് മീൻസ് ഇഫ് u1 ഇസ് ഗ്രേറ്റർ ദാൻ u2, നമുക്ക് എന്ത് പറയാം? ദേ വിൽ കൊളൈഡ്. ഷുവർ ആയിട്ട് ആ ഒബ്ജക്ട്സ് കൂട്ടിയിടിക്കും. അങ്ങനെ വരുമ്പോൾ ആഫ്റ്റർ കൊളീഷൻ നമുക്ക് വീണ്ടും വെലോസിറ്റി മാറി അല്ലേ? v1 will be the velocity of object A and v2 will be the velocity of object B. അത്രയാണ് നമ്മളിപ്പോൾ പറഞ്ഞു വെച്ചത്. നമുക്ക് അതിൻ്റെ കണ്ടിന്യൂഷൻ നോക്കാം. നമുക്കറിയാം ആസ് പെർ ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം, നമുക്ക് ഇവരുടെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? അതായത് മൊമെൻറ്റം ബിഫോർ കൊളീഷൻ ആണ്, മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ നമുക്കറിയാം അല്ലേ? രണ്ട് ഒബ്ജക്ട്സ് ഉണ്ട്, ഒരു ഹെവി തേങ്ങയും ഒരു ലൈറ്റ് വെയ്റ്റ് തേങ്ങയും, എ ആൻഡ് ബി. സോ നമുക്ക് ഇങ്ങനെ എഴുതാം, m1u1 പ്ലസ് m2u2 ഈക്വൽ ടു എന്താണ്? m1v1 പ്ലസ് m2v2. അതായത് മൊമെൻറ്റം ബിഫോർ കൊളീഷൻ നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് അല്ലേ? മൊമെൻറ്റം ബിഫോർ കൊളീഷൻ ആണ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. റൈറ്റ് സൈഡിൽ m1v1 പ്ലസ് m2v2 എന്ന് പറയുന്നത് എന്താ കൊടുത്തിരിക്കുന്നത്? മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ ആണ്. അവർ കൊളൈഡ് ചെയ്തുള്ള കാരണം എന്താണ്? ഫസ്റ്റ് ഒബ്ജക്റ്റിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി ആയിട്ടുള്ള u1 ഇറ്റ് വാസ് ഗ്രേറ്റർ ദാൻ u2. അതുകൊണ്ടാണ് കൊളൈഡ് ചെയ്ത് നമുക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് ഇതിനെ കൊണ്ടെത്തിക്കാൻ സാധിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഒബ്ജക്റ്റ്, ആ എയുടെ ഒന്നാമത്തെ ഒബ്ജക്റ്റിൻ്റെ ഇനീഷ്യൽ ഫൈനൽ വെലോസിറ്റി ഒന്നിച്ചെഴുതാൻ പോവാ. കാരണം അത് കോൺസ്റ്റന്റ് അല്ലേ. അപ്പോൾ ഇങ്ങനെ എഴുതാം, m1u1 മൈനസ് വരാൻ കാരണം എന്താണ്? റൈറ്റ് സൈഡിലെ m1v1 ലെഫ്റ്റിലേക്ക് വരുമ്പോൾ സൈൻ മാറി, ഇസ് ഈക്വൽ ടു എന്ത് പറ്റും? m2v2 ഇവിടെ ഉണ്ട്. ഇനി m2u2നെ നമ്മൾ ഇവിടുന്ന് കൊണ്ടുവരണം അല്ലേ? സൈഡ് മാറിയപ്പോൾ അതും നെഗറ്റീവായി. എല്ലാവർക്കും അത് ചെയ്യാൻ അറിയാം. ഇനി ഇവിടെ നിന്ന് നമ്മൾ ഇനി എന്ത് ചെയ്യണം? രണ്ട് പേർക്കും m1 കോമൺ ആണല്ലോ, ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ്. കോമൺ ഫാക്ടറിനെ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? പുറത്താക്കും അല്ലേ? സോ പുറത്താക്കി. അപ്പോൾ ഉള്ളിൽ ഇനി ആരുള്ളൂ? u1 മൈനസ് v1. അത് നമ്മളിവിടെ എഴുതുന്നു. റൈറ്റ് സൈഡിൽ കോമൺ ആരാ നോക്കിക്കേ? m2 ആണ് കോമൺ അല്ലേ? സോ ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ് ആൻഡ് ഇൻസൈഡ് യു വിൽ ഗെറ്റ് v2 മൈനസ് u2. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഇക്വേഷനിലേക്ക് നമ്മൾ എത്തി. എന്താണ്? m1 ഇൻറ്റു u1 മൈനസ് v1 ഇസ് ഈക്വൽ ടു m2 ഇൻറ്റു v2 മൈനസ് u2. ഈ രണ്ട് ഇക്വേഷൻ എല്ലാവർക്കും ക്ലിയർ ആണോ മക്കളെ? ഓക്കെ. അപ്പോൾ ഇത് ഒരു ഇലാസ്റ്റിക് കൊളീഷൻ ആണ് അല്ലേ? ഇലാസ്റ്റിക് കൊളീഷൻ ഡീറ്റെയിൽസ് ഒക്കെ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞതാ. ഇലാസ്റ്റിക് കൊളീഷൻ ആയതുകൊണ്ട് തന്നെ അവിടെ കൈനറ്റിക് എനർജി കൺസേർവ്ഡ് അല്ലേ? ആണ്. അപ്പോൾ നമുക്ക് ഇത് വെച്ച് ഇനി എന്ത് എഴുതണം? കൈനറ്റിക് എനർജിയുടെ ഇക്വേഷനിലേക്ക് വരണം. അപ്പോൾ പോയാലോ? നമുക്കറിയാം കൈനറ്റിക് എനർജി ½m u² അല്ലെങ്കിൽ ½mv² വരുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ½ mv² എന്ന കൺസെപ്റ്റിലേക്ക് എടുക്കുമ്പോൾ എന്ത് വരും? half of m1u1 square plus half of m2u2 square is equal to half of m1v1 square plus half of m2v2 square എന്ന് വരും. ഇവിടെ കൈനറ്റിക് എനർജി ബിഫോർ കൊളീഷനും കൈനറ്റിക് എനർജി ആഫ്റ്റർ കൊളീഷനുമാണ് നമ്മൾ ഈ തേർഡ് ഇക്വേഷനായിട്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അതെല്ലാവർക്കും മനസ്സിലായോ? നമ്മൾ ആദ്യം വെറുതെ എന്താണ് ലീനിയർ മൊമെൻറ്റത്തെ നമ്മൾ ബിഫോർ കൊളീഷൻ ആഫ്റ്റർ കൊളീഷൻ ഇക്വേഷൻ എഴുതിയതുപോലെ മൂന്നാമത്തെ ഇക്വേഷൻ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് കൈനറ്റിക് എനർജിയാണ് കേട്ടോ. അത് കൺസേർവ്ഡ് ആണ്, അത് ലാസ്റ്റ് കൊളീഷൻ ആയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെഴുതി? കൈനറ്റിക് എനർജി ബിഫോർ കൊളീഷൻ ഇസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ആഫ്റ്റർ കൊളീഷൻ. അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണല്ലോ, അത് കൺസേർവ്ഡ് ആണ്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെയും കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്ത് ചെയ്യണം? ഫസ്റ്റ് ഒബ്ജക്റ്റിൻ്റെ അല്ലേ, ഒബ്ജക്റ്റ് എയുടെ ആ കൈനറ്റിക് എനർജിയെ ലെഫ്റ്റ് സൈഡിലേക്കും ഒബ്ജക്റ്റ് ബിയുടെ കൈനറ്റിക് എനർജി റൈറ്റ് സൈഡിലേക്കുമായിട്ട് നമ്മൾ അതിനെ കാറ്റഗറി രണ്ടായിട്ട് തിരിച്ചു. അങ്ങനെ വന്നപ്പോഴേക്കും സൈനൊക്കെ മാറി നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ എന്ത് സംഭവിച്ചു? ½mu1² മൈനസ് ½ m1v1² ഇസ് ഈക്വൽ ടു ½ m2v2² മൈനസ് ½ m2u2² എന്നായി. ഇവിടെയും എന്തൊക്കെയോ കോമൺ ഫാക്ടർ ഇല്ലേ? പുറത്തെടുക്കുക, ബാക്കിയുള്ളവരെ ബ്രാക്കറ്റിലാക്കുക. അപ്പോൾ എന്ത് വരും? ½ m1 കോമൺ പുറത്തെടുത്തു, v1² മൈനസ് u1² ബ്രാക്കറ്റിലിട്ടു. റൈറ്റ് സൈഡിൽ ½ m2 ആണ് കോമൺ, ബ്രാക്കറ്റിൽ എന്ത് വരും? v2² മൈനസ് u2². അത്ര എല്ലാവർക്കും അറിയാം അല്ലേ? ഇനി നമ്മൾ ചെയ്യുന്നത് എന്താ മക്കളെ? ഇവിടെ ഹാഫ് കോമൺ ആയതുകൊണ്ട് തന്നെ ഹാഫിനെ നമ്മൾ എന്ത് ചെയ്യണം? യെസ്, ഹാഫിനെ ഡൗൺ ചെയ്ത് കളയണം അല്ലേ? കട്ട് ചെയ്ത് കളയാൻ റെഡി ആണോ?
എന്നൊന്ന് കട്ട് ചെയ്ത് അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ തന്നെ ഒന്ന് എഴുതിക്കേ. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തു, ഹാഫിന് 2 സൈഡിൽ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് എന്താ ബാക്കിയുള്ളത്? വി ഹാവ് m1 ഇൻറ്റു u1 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ ഇസ് ഈക്വൽ ടു m2 ഇൻറ്റു v2 സ്ക്വയർ മൈനസ് u2 സ്ക്വയർ. നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ കണ്ടപ്പോൾ മനസ്സിലായി കാണും, 2 സൈഡിലും നിങ്ങൾക്കൊരു മാത്തമാറ്റിക്കൽ ഐഡൻറ്റിറ്റി കാണാം അല്ലേ? നിങ്ങൾ മാത്സിൽ പഠിച്ചു കാണും u1 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ. അതിനെ നിങ്ങൾ വേറെ രീതിയിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി സി ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പഠിച്ചിട്ടുണ്ടോ? അതാണ് നമുക്കിവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അതായത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഇതൊരു മാത്തമാറ്റിക്കൽ ഐഡൻറ്റിറ്റി ആണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഈ ഐഡൻറ്റിറ്റിയാണ് നമുക്കിവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അതായത് u1 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ ആൻസർ? u1 പ്ലസ് v1 ഇൻറ്റു u1 മൈനസ് v1 അല്ലേ? അതുകൊണ്ടാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് വന്നപ്പോൾ ഈ u1 സ്ക്വയർ മൈനസ് v1 സ്ക്വയറിന് പകരം u1 പ്ലസ് v1 ഇൻറ്റു u1 മൈനസ് v1 എന്നായത്. നമ്മൾ ഈ ഒരു ഐഡൻറ്റിറ്റി ആണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ റൈറ്റ് സൈഡിലും ഇതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നത് അല്ലേ? അതായത് v2 സ്ക്വയർ മൈനസ് u2 സ്ക്വയർ നമ്മൾ എങ്ങനെ റൈറ്റ് ചെയ്തു? യെസ്, ഇറ്റ് ഈസ് v2 പ്ലസ് u2 ഇൻറ്റു v2 മൈനസ് u2 അല്ലേ? അതും സെയിം ഐഡൻറ്റിറ്റി വെച്ച് നമ്മൾ ഇതിനെ 2 ആയിട്ട് എഴുതി. എല്ലാവർക്കും അത്രയും എഴുതാൻ ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് നോക്കിക്കേ. നമ്മളിപ്പോൾ പഠിച്ച 5th ഇക്വേഷനെ 2nd ഇക്വേഷൻ വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഏതായിരുന്നു ആ ഇക്വേഷൻ? യെസ്, നമുക്ക് നോക്കാം. ഇവിടെ ഫസ്റ്റ് ഇക്വേഷൻ ഇതാ, m1 u1 പ്ലസ് m2 u2 സി ഈക്വൽ ടു m1 v1 പ്ലസ് m2 v2. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് 5th ഇക്വേഷനെ 2nd ഇക്വേഷൻ വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ 5th ഇക്വേഷൻ ഇവിടെ ലാസ്റ്റ് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. ദിസ് ഈസ് അവർ 5th ഇക്വേഷൻ. ഇതാണ് നമ്മുടെ 5th ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. m1 ഇൻറ്റു u1 പ്ലസ് v1 ഇൻറ്റു u1 മൈനസ് v1. അതാണ് മേളിൽ. താഴെ അപ്ലൈ ചെയ്യുമ്പോൾ m1 ഇൻറ്റു v1 മൈനസ് u1 മൈനസ് v1 എന്ന് ഫസ്റ്റ് ഇക്വേഷനും വരും. 2nd ഇക്വേഷനും കൂടെ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ റൈറ്റ് സൈഡിലും സെയിം തന്നെ 5th ഇക്വേഷൻ ബൈ 2nd ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്തു, ഒരേ ഫോർമാറ്റിൽ തന്നെ. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം m1 കോമണാ, കട്ട് ചെയ്ത് കളയുക. റൈറ്റ് സൈഡിൽ മാസ് ഓഫ് 2nd ഒബ്ജക്റ്റ് ഇസ് കോമൺ, m2 ക്യാൻസൽ ചെയ്യുന്നു. ഇനി നമുക്ക് എന്താ ഉള്ളത്? കോമൺ ആയിട്ടൊന്ന് നോക്കിക്കേ. ലെഫ്റ്റ് സൈഡിൽ u1 മൈനസ് v1 കോമൺ ആണ് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? അതും നമ്മൾ കട്ട് ചെയ്ത് കളയണം. സോ u1 മൈനസ് v1 കട്ട് ചെയ്ത് കളഞ്ഞു. റൈറ്റ് സൈഡിൽ v2 മൈനസ് u2 കോമൺ ആണ്, അതും കട്ട് ചെയ്ത് കളയുക. സോ വാട്ട് ഈസ് ലെഫ്റ്റ് ഹിയർ? നമുക്ക് ബാക്കിയുള്ളത് ഇത്രയാണ്. u1 പ്ലസ് v1 ഇസ് ഈക്വൽ ടു u2 പ്ലസ് v2. അതായത് 2 ഒബ്ജക്ട്സിൻ്റെയും അല്ലേ, ഫസ്റ്റ് ഒബ്ജക്റ്റിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി പ്ലസ് ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് രണ്ടാമത്തെ ഒബ്ജക്റ്റിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി പ്ലസ് ഫൈനൽ വെലോസിറ്റി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ u1 പ്ലസ് v1 എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ഓഫ് ദ ഫസ്റ്റ് ഒബ്ജക്റ്റ് ആണ് അല്ലേ? ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ വെലോസിറ്റീസ് ഓഫ് ദ ഫസ്റ്റ് ഒബ്ജക്റ്റ്, അതായത് എ. ഇവിടെ u2 പ്ലസ് v2 അല്ലെങ്കിൽ v2 പ്ലസ് u2 എന്ന് വെച്ചാൽ എന്താണ്? വെലോസിറ്റീസ് ഓഫ് സം ഓഫ് ദ വെലോസിറ്റീസ് ഓഫ് ബി ആണ് അല്ലേ? 2nd ഒബ്ജക്റ്റ് ആണ്. അത് അത്രയും ക്ലിയർ ആണല്ലോ? സോ ഇതാണ് നമ്മുടെ ഒരു ആൻസർ. വെലോസിറ്റീസ് ഓഫ് ദ 2 ഒബ്ജക്ട്സ് അവിടെ കൺസേർവ്ഡ് ആണ്. ഇനി മക്കളെ നമുക്ക് ഇതിൻ്റെ ബാക്കി ചെയ്യാനുണ്ട്. കാരണം ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്കിനി എന്ത് കണ്ടുപിടിക്കണം? v1 എന്താണെന്നും v2 എന്താണെന്നും അതിൻ്റെ വാല്യൂ അതിൻ്റെ ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ കണ്ടെത്താൻ പോവുകയാണ്. അപ്പം നമുക്കത് ചെയ്ത് നോക്കിയാലോ? നോക്കാം. അപ്പോൾ നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് എന്താണ്? വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഫോർ v1 ആൻഡ് v2. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതാണ്. നമ്മളിപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച 6th ഇക്വേഷൻ ഇല്ലേ? ഈ 6th ഇക്വേഷനിൽ നിന്ന് v2വിന് ഒരു ഇക്വേഷൻ ഉണ്ടാക്കുക. നമുക്കപ്പോൾ 6th ഇക്വേഷൻ ആദ്യം ഒന്ന് എഴുതി നോക്കണം. എന്താ 6th ഇക്വേഷൻ? u1 പ്ലസ് v1 എന്ന് പറഞ്ഞാൽ u2 പ്ലസ് v2 ആണ്. അപ്പോൾ നമുക്കതൊന്ന് എഴുതിയാലോ? 6th ഇക്വേഷൻ ഇതാണ്. u1 പ്ലസ് v1 എന്ന് പറഞ്ഞാൽ എന്താണ്? u2 പ്ലസ് v2 ആണ്. ഇവിടെ നിന്ന് നമുക്ക് v2ന് ഇക്വേഷൻ വേണം. v2നെ നമ്മൾ
ഇവിടെ നിർത്തി ഈ U2നെ സൈഡ് മാറ്റി കൊടുക്കുക. സോ എന്ത് വരും? U1 പ്ലസ് V1 ഉണ്ട് ഇവിടെ. ഈ U2 ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് ആവും, മൈനസ് U2. നോക്കിക്കേ, അത് തന്നെയല്ലേ നമ്മളിവിടെ എഴുതിയേക്കുന്നത്? യെസ്, V1 പ്ലസ് U1 മൈനസ് U2 സെയിം തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടിയിരിക്കുന്നത് കേട്ടോ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ. ഇനി അങ്ങനെയാണെങ്കിൽ ഈ കിട്ടിയേക്കുന്ന V2യുടെ വാല്യൂ എന്ത് ചെയ്യുക? ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. M1U1 പ്ലസ് M2U2 സീക്വൽ, ആ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എവിടെ മാത്രം വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നത്? V2വിന് പകരം നമ്മൾ ഈ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്താണ്? V1 പ്ലസ് U1 മൈനസ് U2, അത് മാത്രം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം അല്ലേ? ബാക്കി അങ്ങനെ തന്നെ എഴുതി വന്നിട്ട് എന്ത് ചെയ്യണം? ഈ M1 V1 പ്ലസ് കഴിയുമ്പോൾ M2 ഇൻറ്റു V1 പ്ലസ് M2 ഇൻറ്റു U1 മൈനസ് M2 ഇൻറ്റു U2. അങ്ങനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയതിന് അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കിക്കേ. നമ്മളിവിടെ U വെച്ച് വരുന്ന ഫസ്റ്റ് U1 ആൻഡ് U2 വെലോസിറ്റീസ് വരുന്നവരെല്ലാം ഒരു സൈഡിലേക്ക് എടുക്കുക. അപ്പോൾ ഇത് രണ്ടും കൂടെ എന്ത് വരും? ഫസ്റ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിലേക്ക് വരും. സോ M1U1 പ്ലസ് M2U2, അതിനുശേഷം എന്താ കൊടുക്കേണ്ടത്? ഇത് ഇപ്പുറത്തേക്ക് വരും മൈനസ് ആവും, മൈനസ് M2U1, ഇത് ഇപ്പുറത്തേക്ക് വരും പ്ലസ് ആവും, പ്ലസ് M2U2 ഈക്വൽ ടു റൈറ്റ് സൈഡിലുള്ളത് അതുപോലെ തന്നെ ഇതിന് നമ്മൾ എടുത്തെഴുതുന്നു. അതായത് M1V1 പ്ലസ് M2V1. ക്ലിയർ ആണോ? ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത്രയേ ഉള്ളൂ. എന്താണ്? ആദ്യത്തേത്, അതായത് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഈ 4 ടേംസ് മാത്രം നോക്കിക്കേ. ഇവിടെ 4 ടേംസ് മാത്രം നോക്കിക്കേ. അതിൽ ഏതെങ്കിലും ടേം റിപ്പീറ്റിംഗ് ഉണ്ടോയെന്ന്? റിപ്പീറ്റിംഗ് ഉണ്ട് അല്ലേ? M2U2 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെങ്ങനെ എഴുതാം? 2M2U2 എന്ന് എഴുതാം. 2M2U2 എന്ന് എഴുതി. അതിനുശേഷം ഇനി ബാക്കിയുള്ളത് എന്താണ്? M1U1 മൈനസ് M2U1. അപ്പോൾ U1 ബ്രാക്കറ്റിൻ്റെ പുറത്തിടുന്നു, M1 മൈനസ് M2നെ ബ്രാക്കറ്റിലും ആക്കി. റൈറ്റ് സൈഡിൽ കോമൺ എന്താ ഉള്ളത്? വെലോസിറ്റിയാണ് V1. അപ്പോൾ V1 പുറത്തെടുക്കുക, ബാക്കിയുള്ള ടേംസിനെ M1 പ്ലസ് M2നെ ബ്രാക്കറ്റിലാക്കുക. മനസ്സിലായോ? നമുക്ക് വേണ്ടത് V1 ആൻഡ് V2ൻ്റെ ഇക്വേഷൻ അല്ലേ? സോ ആദ്യം V1 എഴുതാം. എന്ത് ചെയ്യുക? V1നെ മാത്രം നിർത്തുക അവിടെ. ഈ M1 പ്ലസ് M2നെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോയി ഡിവിഷൻ ആവും, കാരണം ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലേ? അപ്പോൾ ആദ്യം എന്ത് ചെയ്യാൻ പോവാണ്? നമ്മുടെ ഈ ടേം എടുത്തെഴുതുന്നു. അതായത് M1 മൈനസ് M2 ഇൻറ്റു U1 പ്ലസ് 2M2U2 ഡിവൈഡഡ് ബൈ ഇവിടെ എന്ത് ചെയ്യണം? താഴെ M1 പ്ലസ് M2 എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്കൊരു വെലോസിറ്റി കിട്ടി അല്ലേ? എന്തിൻ്റെ വെലോസിറ്റിയാണ് കിട്ടിയത്? വെലോസിറ്റി ഓഫ് ദ ഫസ്റ്റ് ഒബ്ജക്റ്റ്, അതായത് A എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റിയാണ് V1. അതിനൊരു ഇക്വേഷൻ കിട്ടി. നമുക്ക് പ്രോബ്ലം ചോദിക്കുവാണെങ്കിൽ ഈ ഇക്വേഷൻ വെച്ച് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്? ആ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട്. മനസ്സിലായല്ലോ? അതായത് ഫസ്റ്റ് ഒബ്ജക്റ്റിൻ്റെയും സെക്കൻഡ് ഒബ്ജക്റ്റിൻ്റെയും മാസുകളും അതുപോലെ ഫസ്റ്റ് ഒബ്ജക്റ്റിൻ്റെയും സെക്കൻഡ് ഒബ്ജക്റ്റിൻ്റെയും ഇനീഷ്യൽ വെലോസിറ്റിയും അറിയാമെങ്കിൽ ആ ഒബ്ജക്റ്റിൻ്റെ ഫസ്റ്റ് ഒബ്ജക്റ്റിൻ്റെ ഫൈനൽ വെലോസിറ്റി നമുക്ക് ജസ്റ്റ് ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ഈ ഒരു ടോപ്പിക് ഈസി ആയിട്ട് മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമുക്ക് ഒരു കാര്യം കൂടി കണ്ടുപിടിക്കാറുണ്ട് അല്ലേ? ഇതൊരു വലിയ ഡെറിവേഷനാണ്, പക്ഷെ സിമ്പിളാണ്. 1-2 പ്രാവശ്യം എഴുതി നോക്കുവാണെങ്കിൽ എല്ലാവർക്കും എക്സാമിന് അത് റീകളക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം നമുക്ക് V1 കിട്ടി. ഇനി വേണ്ടത് എന്താണ്? V2ൻ്റെ ഇക്വേഷനാണ്, വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി ഓഫ് ദ സെക്കൻഡ് ഒബ്ജക്റ്റ് B. അപ്പോൾ നമുക്ക് എഗെയിൻ സെയിം ഇക്വേഷൻ വേണം. എന്താണ്? V1ൻ്റെ V2 മൈനസ് U1 പ്ലസ് U2. ഇനി വീണ്ടും ഫസ്റ്റ് ഇക്വേഷൻ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ M1U1 പ്ലസ് M2U2 എന്ന് എഴുതി. അതിനുശേഷം M1 V1 എന്നുണ്ടല്ലോ, V1ൻ്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കേട്ടോ. V1ൻ്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു പ്ലസ് M2 V2 എന്നും കൊടുത്തു. ഇനി എന്താ ചെയ്യാൻ പോകേണ്ടത്? നമ്മൾ ഇനി ചെയ്യേണ്ടത് ഇത്ര മാത്രം. റൈറ്റ് സൈഡിൽ വീണ്ടും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. സോ വി വിൽ ഗെറ്റ് M1 V2 മൈനസ് M1 U1 പ്ലസ് M1 U2 പ്ലസ് M2 V2. അത്രയും മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ നോക്കിക്കേ. ഇവിടെ വെലോസിറ്റീസ്, ഇനീഷ്യൽ വെലോസിറ്റീസും ഫൈനൽ വെലോസിറ്റീസിനും 2 സൈഡിലേക്ക് ആക്കുക.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ M1U1 ആൻഡ് M2U2 അതിൻ്റെ കൂടെ ആരൊക്കെ വരും? ഈ M1U1 വരും, ഈ M1U2 വരും. അപ്പോൾ എന്ത് ചെയ്യണം? ഇവരെ നമ്മൾ സൈൻ മാറ്റി ലെഫ്റ്റ് സൈഡിലേക്കും കൂടി ആക്കുന്നു. അപ്പോൾ 4 ടേംസ് അവിടെ എത്തി. ഇനി M1V2 അതുപോലെ M2V2 ആ സൈഡിൽ തന്നെ, റൈറ്റ് സൈഡിൽ തന്നെ നമ്മൾ എഴുതണം. ഇനി ലെഫ്റ്റ് സൈഡിൽ കോമൺ ഉള്ള ടേംസ് നോക്കുക. അതായത് M1U1 അങ്ങനെ തന്നെ എഴുതണം, വേറെ കോമൺ ടേംസ് ഇല്ല. അതേസമയം M2U2, M1U1, M1U2 അവിടെ കോമൺ ടേം ഉണ്ടല്ലോ. എന്താണ് കോമൺ ടേം വരിക? U2 അല്ലേ? അപ്പോൾ U2നെ നമ്മൾ എന്ത് ചെയ്യുക? U2 വരുന്ന ഈ 2 ടേമിൽ നിന്ന് U2നെ ഞാൻ പുറത്തേക്ക് എടുക്കുന്നു. M2 - M1 എന്ന് ബ്രാക്കറ്റിൽ ഇട്ടു. ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ M1 2 പ്രാവശ്യം റിപ്പീറ്റിംഗ് ആണ്, അതുകൊണ്ടാണ് ഞാനിവിടെ 2M1U1 എന്നാക്കിയത് കേട്ടോ. ഇനി റൈറ്റ് സൈഡിൽ നോക്കിക്കേ, V2 കോമൺ അല്ലേ ഇവിടെ, V2 പുറത്തെടുക്കുക. M1 + M2 ഞാൻ ബ്രാക്കറ്റിലും കൊടുക്കുന്നു. ഇനി എനിക്ക് വേണ്ടത് ഫൈനൽ വെലോസിറ്റി ഓഫ് ദ സെക്കൻഡ് ഒബ്ജക്റ്റാ, ദാറ്റ് ഈസ് V2. സോ V2നെ നമ്മൾ എടുക്കുന്നു, അതിൻ്റെ കൂടെയുള്ള ടേമിനെ ഡിവിഷൻ ആക്കി കൊടുത്താൽ മതി അല്ലേ. സോ ഇവിടെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ എഴുതിയിരിക്കുന്ന ന്യൂമറേറ്റർ ആയിട്ട് എഴുതുക. സോ 2 × M1U1 + U2 × M2 - M1 ഡിവൈഡഡ് ബൈ M1 + M2 ആണ് നമുക്ക് ഫൈനൽ വെലോസിറ്റി ഓഫ് ദ സെക്കൻഡ് ഒബ്ജക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് ഈ ഒരു ഡെറിവേഷൻ മനസ്സിലായോ? നിങ്ങളുടെ ബോർഡ് എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഡെറിവേഷനാണ്. ഇത് ഉപയോഗിച്ച് പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും കേട്ടോ. അപ്പോൾ നന്നായിട്ട് എഴുതി തന്നെ പഠിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ആയി പോകും കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് എഴുതി നോക്കണം, സോ ദാറ്റ് യു ക്യാൻ സ്കോർ 5 or 4 മാർക്സ് ഫോർ യുവർ ഡെറിവേഷൻ. ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് ഡിസ്കഷൻ പോയിന്റ്സ് ആണ്. ഇതായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില കേസസ് നോക്കാം. അതിൽ ഫസ്റ്റ് കേസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത് 2 ഒബ്ജക്റ്റുകൾ നമ്മൾ കൺസിഡർ ചെയ്തല്ലോ, A and B. രണ്ടിൻ്റെയും മാസ് സെയിം ആണെങ്കിൽ എന്ത് ചെയ്യും? അതായത് മാസ് ഓഫ് ദ 2 ബോഡീസ് ആർ ഈക്വൽ. അങ്ങനെ വരുമ്പോൾ M1 and M2 ഈക്വൽ അല്ലേ, നമ്മൾ അതിന് പകരം എന്ത് എഴുതും? നമ്മൾ M എന്ന് കൺസിഡർ ചെയ്യും. M1 M2 സ്പെസിഫൈ ചെയ്യുന്നില്ല, പകരം രണ്ടിനെയും M ആയിട്ട് നമ്മൾ എഴുതും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ വാല്യൂസിന് കുറച്ച് മാറ്റങ്ങളൊക്കെ വരും. എന്തായിരിക്കും വരുന്നത് നോക്കിക്കേ, 2MU2/2M എന്ന് വരും. അപ്പോൾ 2ഉം M-ഉം കട്ടായി പോയിട്ട് നമുക്ക് എന്ത് കിട്ടും? ഫൈനൽ വെലോസിറ്റി ഓഫ് ദ ഫസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായി മാറി? സെക്കൻഡ് ഒബ്ജക്റ്റിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? V2 2MU1 / 2M. 2M and 2M get cancelled, so we will get V1. അതായത് 2 ബോഡീസും അവരുടെ വെലോസിറ്റി നമ്മൾ എന്ത് ചെയ്യും? എക്സ്ചേഞ്ച് ചെയ്യും. നിങ്ങൾക്ക് മനസ്സിലായോ? നമുക്ക് 2 ബോഡീസ് ഉണ്ട്, 2 പേർക്കും ഒരേ മാസ് വന്നാൽ ആദ്യത്തെ ഒബ്ജക്റ്റിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി ആയിരിക്കും രണ്ടാമത്തേതിൻ്റെ ഫൈനൽ വെലോസിറ്റി, ആൻഡ് വൈസ് വേഴ്സ. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ദാറ്റ് മീൻസ് ദ ബോഡീസ്, നമ്മൾ എടുക്കുന്ന ആ 2 ബോഡീസ് എന്ത് ചെയ്യും? ദേ എക്സ്ചേഞ്ച് ദെയർ വെലോസിറ്റീസ്. ഈസ് ദ കൺസെപ്റ്റ് വെരി ക്ലിയർ ടു യു? വെരി ഗുഡ്. മൂവിങ് ടു ദ നെക്സ്റ്റ് കൺസെപ്റ്റ്. അടുത്തൊരു കേസ് നമുക്ക് പറയാം. ഇവിടെ രണ്ടാമത്തെ ഒബ്ജക്റ്റിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. 0, അതായത് ഒരു റെസ്റ്റ് പോസ്റ്റിൽ നിന്നാണ് ഒബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും കണ്ടീഷൻ നോക്കിക്കേ. അതുപോലെ നമ്മൾ പറയുന്ന മറ്റൊരു കാര്യം, രണ്ടാമത്തെ ഒബ്ജക്റ്റിൻ്റെ മാസ് ഗ്രേറ്റർ ആണ് ഫസ്റ്റ് ഒബ്ജക്റ്റിനേക്കാളും. ഒന്നാമത്തെ ഒബ്ജക്റ്റ് ലൈറ്റ് വെയിറ്റ് ഉള്ളതും രണ്ടാമത്തെ ഹെവി ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആണ്. അതുപോലെ രണ്ടാമത്തെ ഒബ്ജക്റ്റിൻ്റെ ഹെവി ആയിട്ടുള്ള ഒബ്ജക്റ്റിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി 0 അതായത് അത് റെസ്റ്റ് പൊസിഷനിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ എടുക്കണം, M1 - M2നെ അപ്രോക്സിമേറ്റ്ലി ഇറ്റ് ഈസ് ഈക്വൽ ടു -M2 എന്ന് കൺസിഡർ ചെയ്യാം. അതുപോലെ M1 + M2നെ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു M2 എന്ന് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് പോകുമ്പോൾ യു വിൽ ഗെറ്റ് V1 ആസ് M1 - M2/M1 + M2 × U1. അങ്ങനെ വരുമ്പോൾ ഞാൻ പറഞ്ഞു അല്ലേ, M1 - M2നെ എന്താക്കി എടുക്കണം? -M2 എന്ന് നമ്മൾ എടുക്കുന്നു. പിന്നെ ഇവിടെ U1 ഉണ്ടല്ലോ, അതുകൂടെ എടുത്തെഴുതുക. താഴെ M1 + M2നെ എന്തായാലും എടുക്കണം? M2 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. കാരണം രണ്ടാമത്തെ ഒബ്ജക്റ്റ് ആണല്ലോ ഹെവിയർ, അതാണ് നമ്മൾ അങ്ങനെ അപ്രോക്സിമേറ്റ് ചെയ്ത് എടുത്തേക്കുന്നത്. അങ്ങനെ വരുമ്പോൾ M2 and M2 get cancelled. സോ എന്തായിരിക്കും ആൻസർ? യെസ്, വെലോസിറ്റി ഓഫ് ദ ഫസ്റ്റ് ഒബ്ജക്റ്റ്, ഫൈനൽ വെലോസിറ്റി ഓഫ് ദ ഫസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ V1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? -U1 ആയിരിക്കും.
അതായത് ഫൈനൽ വെലോസിറ്റി ഓഫ് ദ ഫസ്റ്റ് ഒബ്ജക്റ്റ് വിൽ ബി ഈക്വൽ ടു ദ നെഗറ്റീവ് ഓഫ് ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ദ സെയിം ഒബ്ജക്റ്റ്. അങ്ങനെയാണെങ്കിൽ V2 രണ്ടാമത്തെ ഒബ്ജക്റ്റിന്റെ ഫൈനൽ വെലോസിറ്റി എന്താ? 2 × 0 × U1/m2. അങ്ങനെ വരുമ്പോൾ ന്യൂമറേറ്റർ 0 ആയാൽ ഫുള്ളും 0 തന്നെ. അതിനർത്ഥം എന്തായിരിക്കും? രണ്ടാമത്തെ ഒബ്ജക്റ്റിന്റെ ഫൈനൽ വെലോസിറ്റി 0 ആണെങ്കിൽ വണ്ടി സ്റ്റോപ്പായി, അല്ലെങ്കിൽ ആ വെഹിക്കിൾ അത് ഒബ്ജക്റ്റ് സ്റ്റോപ്പായെന്ന് അർത്ഥം അല്ലേ? അതായത് സെക്കൻഡ് ബോഡി റിമെയിൻസ് അറ്റ് റെസ്റ്റ്. രണ്ടാമത്തെ ബോഡി റെസ്റ്റിലായിരിക്കും. എപ്പോഴാണ്? while the first body rebounds with the same velocity. ഓർക്കണം, രണ്ടാമത്തെ ബോഡി will remain at rest. എപ്പോഴാ? while the first body rebounds with the same velocity. ആദ്യത്തെ ഒബ്ജക്റ്റ് അതേ വെലോസിറ്റിയോട് റീബൗണ്ട് ചെയ്യുമ്പോൾ രണ്ടാമത്തെ ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നു? അത് ആ റെസ്റ്റ് പോസ്റ്റിൽ തന്നെ അനങ്ങാതിരിക്കും. ദാറ്റ്സ് അബൌട്ട് ദ ഡെറിവേഷൻ. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് കൊളീഷൻസ് ഇൻ 2 dimensions. സോ ഇവിടെ നമ്മൾ പറയേണ്ടത് രണ്ട് പ്രധാന കാര്യങ്ങളാണ്. നമുക്കിവിടെ 2 ബോഡീസ് ഉണ്ട്, 1 ഡയമെൻഷനിലെ പോലെ തന്നെ. 2 ബോഡീസിനും 2 വ്യത്യസ്ത മാസാണ്. M1 ആണ് ഫസ്റ്റ് ഒബ്ജക്റ്റിൻ്റെ മാസ്, M2 ആണ് സെക്കൻഡ് ഒബ്ജക്റ്റിൻ്റെ മാസ്. 2 പേർക്കും ഇനീഷ്യൽ വെലോസിറ്റീസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഇനീഷ്യൽ വെലോസിറ്റി ആണ് U1, സെക്കൻഡ് ഒബ്ജക്റ്റ് ഇനീഷ്യൽ വെലോസിറ്റി ആണ് U2. ആൻഡ് ദേ ആർ എലോങ് പാരലൽ ലൈൻസ്. ഓക്കെ, ഇനി U1 അതായത് ഫസ്റ്റ് ഒബ്ജക്റ്റിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ U2. അതായത് ഒന്നാമത്തെ ബോഡിക്കാണ് വെലോസിറ്റി ഗ്രേറ്റർ, ഇനീഷ്യൽ വെലോസിറ്റി ഗ്രേറ്റർ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്യും? അവർ കൊളൈഡ് ചെയ്യും. കൊളൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വെലോസിറ്റി മാറൂലേ? മാറും. അപ്പോൾ 2 പേർക്കും പുതിയ വെലോസിറ്റി വന്നു. V1 is the final velocity of the first object and V2 will be the final velocity of the second object. ഇനി കൊളീഷൻ നടന്നു കഴിയുമ്പോൾ കൊളീഷൻ നടക്കുന്ന 2 ഡയറക്ഷനിലാണ് കേട്ടോ. എലോങ് θ1 ആൻഡ് θ2. 2 ഡയറക്ഷനിലാണ് നമുക്കിവിടെ ഈ ഒരു കൊളീഷൻ നടക്കുന്നത്. എലോങ് θ1 ആൻഡ് എലോങ് θ2 കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് 2 ഡയറക്ഷനിൽ ഇവിടെ ഒരു എന്താണ് θ1 ആൻഡ് θ2യുടെ ഡയറക്ഷനിലാണ് നമ്മളിവിടെ കൊളീഷൻസ് നടക്കുന്നതായിട്ട് കാണിക്കുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഫൈനൽ വെലോസിറ്റീസ് ആയിട്ടുള്ള V1നെയും V2നെയും വി ക്യാൻ റിസോൾവ് ദം ഇൻ ടു 2. എങ്ങനെയൊക്കെ ആയിരിക്കും? V1 cos θ1 എന്നും ആക്കാം, അതുപോലെ V2 cos θ2 എന്നും ആക്കാം. ദേ വിൽ ബി പാരലൽ ടു ദ എക്സ് ആക്സിസ് അല്ലേ? ഇവിടെ നിങ്ങൾക്ക് കാണാമല്ലോ V1 cos θ1 അത് എക്സ് ആക്സിസിന് പാരലാണ്. V2 cos θ2 അതും എക്സ് ആക്സിസിന് പാരലാണ്. ഇനി മറ്റ് 2 എണ്ണം കൂടി ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. ദ V1 sin θ1 and V2 sin θ2 they will be parallel to y axis. അതായത് നമ്മുടെ y ആക്സിസിന് പാരലൽ ആയിട്ട് V1 sin θ1 ഉണ്ടാവും, V2 sin θ2 ഉണ്ടാവും. അത്രയും നിങ്ങൾക്ക് എഴുതാറിയാലോ. ഈ പടം വരച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്? നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മാർക്ക് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഇനി കമ്മിങ് ടു a point, നമ്മൾ എന്താ പറയുക? അക്കോർഡിംഗ് ടു ദ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം പാരലൽ ടു എക്സ് ആക്സിസ് നമുക്ക് ഇങ്ങനെ എഴുതാം. എന്താണ്? M1 U1 പ്ലസ് M2 U2 എന്ന് പറഞ്ഞാൽ എന്താ? M1 V1 പ്ലസ് M2 V2 എന്നല്ല എഴുതണ്ടേ? M1 V1 cos θ1 പ്ലസ് M2 V2 cos θ2. അതിൻ്റെ കാരണം എന്താ? ദേ ആർ പാരലൽ ടു എക്സ് ആക്സിസ്. ഇനി പാരലൽ ടു വൈ ആക്സിസ് പറയുമ്പോൾ കൺസർവേഷൻ ഓഫ് മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്തായിട്ട് മാറും? ഇങ്ങനെയായിരിക്കും ഇക്വേഷൻ വരിക. M1 V1 sin θ1 പ്ലസ് മൈനസ് M2 V2 sin θ2 വിൽ ബി ഈക്വൽ ടു എന്താണ്? 0 അല്ലേ? 0 ആയിട്ട് മാറും. അപ്പോൾ നമുക്കറിയാം കൺസർവേഷൻ ഓഫ് എനർജി പ്രകാരം കൈനറ്റിക് എനർജി കൺസേർവ്ഡ് അല്ലേ? സോ കൈനറ്റിക് എനർജി ഇക്വേഷൻ എങ്ങനെ എഴുതുന്നു? ഹാഫ് M1 U1 സ്ക്വയർ പ്ലസ് ഹാഫ് M2 U2 സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹാഫ് M1 V1 സ്ക്വയർ പ്ലസ് ഹാഫ് M2 V2 സ്ക്വയർ. അപ്പോൾ നമ്മൾ എന്താണ് ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു ഫൈനൽ ഇക്വേഷനിലേക്ക് വരേണ്ടത് കേട്ടോ. അപ്പോൾ ബൈ ദ കൺസർവേഷൻ ഓഫ് മൊമെന്റം പാരലൽ ടു വൈ ആക്സിസ് നമുക്ക് എന്ത് കിട്ടി? M1 V1 sin θ1 പ്ലസ് M2 V2 sin θ2 എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. അതെല്ലാവർക്കും ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? ഫൈൻ. സോ കൺസർവേഷൻ ഓഫ് എനർജി പ്രകാരം ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു ആൻസറിലേക്ക് എത്തുന്നത്.
ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്താലോ? ഓക്കെ, ആദ്യമേ നിങ്ങൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: എ മാൻ ട്രൈസ് ടു ലിഫ്റ്റ് എ മാസ് 200 കിലോഗ്രാം വിത്ത് ഫോഴ്സ് 100 ന്യൂട്ടൺ. അപ്പോൾ 100 ന്യൂട്ടൺ എന്ന് പറയുന്നത് ഫോഴ്സ് ആണ്, അതുപോലെ 200 കിലോഗ്രാം എന്ന് പറയുന്നത് മാസ് ആണ്. ഈസ് ഹി ഡൂയിങ് വർക്ക്? എക്സ്പ്ലെയിൻ. ഇഫ് ഇറ്റ് ഈസ് ലിഫ്റ്റഡ് ടു 2 minutes in 10 seconds, lifted to 2 meters in 10 seconds, find the power. പവർ കണ്ടുപിടിക്കണം, പി കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ എന്തൊക്കെ കണ്ടുപിടിക്കണം നമുക്കിവിടെ? വർക്ക് ചെയ്തിട്ടുണ്ടോ? വർക്ക് ചെയ്തെങ്കിൽ എത്ര? നമുക്കറിയാം വർക്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെ പിടിക്കുക? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് അല്ലേ. എഫ് ഇസ് ഈക്വൽ ടു, നമുക്കറിയാം ഡബ്ല്യു ഇസ് ഈക്വൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് എന്നാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ നമുക്ക് കൊടുത്തിട്ടില്ല അല്ലേ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. അങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ഔട്ട് ചെയ്യേണ്ടത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. ഈസ് ഹി ഡൂയിങ് വർക്ക്? അപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടോ എന്ന് നമുക്ക് അറിയണം അല്ലേ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫോഴ്സ് അപ്ലൈഡ് 100 ന്യൂട്ടൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം വെയ്റ്റിൻ്റെ ഇക്വേഷൻ ഡബ്ല്യു, അതായത് ഫോഴ്സ് അപ്ലൈഡ് തന്നെയായിരിക്കുമല്ലോ വെയ്റ്റ് എന്ന് പറയുന്നത്. സോ വെയ്റ്റ് ഇസ് ഈക്വൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് മാസ് ഇൻറ്റു ഗ്രാവിറ്റി. സോ ഇവിടെ മാസ് 200 ഗ്രാം ആണെന്ന് നമുക്കറിയാം, 200 കിലോയാണ്. ഗ്രാവിറ്റി നമുക്ക് അപ്രോക്സിമേറ്റ് 10 meter/s² എന്ന് എടുക്കാം. സോ അവിടെ മിനിമം വേണ്ട വെയിറ്റ് അപ്ലൈഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2000 ആണ് അല്ലേ. 2000 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടുത്തെ ആൻസർ നമുക്ക് എത്രയാണ് കൊടുത്തിരിക്കുന്നത്? ഇവിടെ പറഞ്ഞേക്കുന്നത് 100 ന്യൂട്ടൺ ഫോഴ്സ് അവിടെ അപ്ലൈ ചെയ്തു എന്നാണ് അല്ലേ. നമുക്ക് ഇവിടെ വെയിറ്റ് അപ്ലൈ ചെയ്യപ്പെടേണ്ടത് എത്രയാണെന്നാണ് പറയുക? ഇവിടെ നമുക്ക് ആസ് പെർ ദ തിയറി 2000 ആണ് വേണ്ടത്. 2000 ജൂൾസ് ഓഫ് വെയിറ്റ് അല്ലെ. അത്രയും വെയിറ്റ്, അത്രയും ന്യൂട്രൺ അവിടെ അപ്ലൈ ചെയ്യപ്പെടേണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ആൻസർ കറക്റ്റ് ആണോ? അല്ല കേട്ടോ. സോ ഈസ് ഹി ഡൂയിങ് എനി വർക്ക്? നോ, ഹി ഈസ് നോട്ട് ഡൂയിങ് വർക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ആൻസർ നോക്കാമല്ലോ. ഇഫ് ഇറ്റ് ഈസ് ലിഫ്റ്റഡ് ടു 2 meter in 10 seconds, ഫൈൻഡ് ദ പവർ. സോ പവർ നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. പവർ കണ്ടുപിടിക്കാനായിട്ട് ഒബ്ജക്റ്റ് ലിഫ്റ്റ് ചെയ്ത ഒരു സ്ഥലത്ത് വെച്ച കാര്യമല്ലേ പറഞ്ഞേക്കുന്നത്. സോ നമുക്കത് പൊട്ടൻഷ്യൽ എനർജിയുടെ ബേസിസിൽ പറഞ്ഞൂടെ. സോ വി ക്യാൻ സേ ദാറ്റ് W/T, വർക്ക് ബൈ ടൈം ആണ് പവർ. വർക്കിന് നമുക്ക് എന്തായാലും എടുക്കാം? mgh എന്ന് എടുക്കാം. mgh/t. ഈ ഇക്വേഷൻ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ദാറ്റ് മീൻസ് 200 ഇൻറ്റു നമുക്ക് 10 ആയിട്ട് ഗ്രാവിറ്റി കൺസിഡർ ചെയ്യാം. ഹൈറ്റ് 2 meter അപ്പ് ആക്കി എന്നാണ് പറഞ്ഞത്. 2 meter ഡിവൈഡഡ് ബൈ ടൈം ഇൻ 10 seconds എന്നാ. സോ നമുക്ക് എന്ത് ആൻസർ കിട്ടും നോക്കിക്കേ. 20 × 10, 200. 200 × 2. അപ്പോൾ നമുക്ക് എന്താ ഫൈനൽ ആൻസർ കിട്ടുക? വി വിൽ ഗെറ്റ് ദ ഫൈനൽ ആൻസർ ആസ് 400. പവറിൻ്റെ യൂണിറ്റ് എന്താണ്? വാട്ട്സ് ആണ് അല്ലേ. വാട്ട്. സോ ദിസ് ഈസ് അവർ ആൻസർ. എല്ലാവർക്കും മനസ്സിലായില്ലേ മക്കളെ? വെരി ഗുഡ്. നമുക്ക് അടുത്തൊരു ചോദ്യം കണ്ടാലോ. ഒരു എലിവേറ്ററിൻ്റെ ടോട്ടൽ മാസ് കൊടുത്തിട്ടുണ്ട് 1800 കിലോഗ്രാം. ഇറ്റ് ഈസ് മൂവിങ് അപ്പ് വിത്ത് എ കോൺസ്റ്റൻറ്റ് സ്പീഡ്. ഇവിടെ തന്നെ കോൺസ്റ്റൻറ്റ് സ്പീഡ് എത്രയാണെന്ന് നോക്കിക്കേ. ഇറ്റ് ഈസ് 2 meter/s. അതൊരു വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡായിട്ട് കൺസിഡർ ചെയ്യാം. നമുക്കതിന് വെലോസിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ഇനി എ ഫ്രിക്ഷണൽ ഫോഴ്സ് എത്രയാണ് ആക്ട് ചെയ്യുന്നത്? ദാറ്റ് ഈസ് 400 ന്യൂട്ടൺ. ദ ഡയറക്ഷൻ ഓഫ് ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇസ് എങ്ങനെയായിരിക്കും? ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് മോഷൻ, ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ. ഇതിൽ ഏതാണ് നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സിന് ഡയറക്ഷൻ എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എന്തായിരിക്കും ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ? ഫ്രിക്ഷൻ എപ്പോഴും എങ്ങനെ ആക്ട് ചെയ്യുന്നത്? ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് മോഷൻ. ദാറ്റ് ഈസ് ദ ആൻസർ. രണ്ടാമത്തത്, വാട്ട് ഈസ് ദ വർക്ക് ഡൺ ബൈ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇവിടെ കൊടുക്കുന്ന വർക്ക് ഡൺ കണ്ടുപിടിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉണ്ടല്ലോ അല്ലേ. സോ വി നോ W ഇസ് ഈക്വൽ ടു, അതായത് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എങ്ങനെ എടുക്കാം? ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി എന്നൊരു ഇക്വേഷൻ ഉണ്ട്. സോ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇവിടെ എത്രയാണ് ആക്ട് ചെയ്യുന്നത്? അതിന് നമുക്ക് mg ആയിട്ട് എടുത്തൂടെ. mg ഇൻറ്റു v. സോ യു ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂസ് ഹിയർ. 1800 ആണ് നമുക്ക് തന്നിട്ടുള്ള വാല്യൂ അല്ലേ. 1800. സോ 1800 ആണ് m. അതുപോലെ തന്നെ നമുക്ക് എന്തറിയാം? നമുക്ക് ജിയുടെ വാല്യൂ 10 എന്ന് കൊടുക്കാം. ഇൻറ്റു സ്പീഡ് 2 meter/s എടുക്കുക. സോ 2.
സോ നമുക്ക് എത്ര ആൻസർ കിട്ടും? വി വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 80 into 2 36 followed by 3 zeros. സോ വർക്ക് ഡൺ ആണ്. ആൻസർ ഈസ് ഇൻ ജൂൾസ്. ഇതാണ് ആൻസർ. 36,000 ജൂൾസ് എന്നാണ് നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഫൈനൽ ആൻസർ എത്രയാണ്? 36,000 joules. Now final answer, what is the total work done by the elevator? Elevatorന്റെ total work done കണ്ടുപിടിക്കണം അല്ലേ? സോ നമുക്ക് അവിടെ എന്ത് വേണം? F total into velocity. എന്താണ് ആൻസർ? F total into velocity. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം നമ്മൾ. സോ എം ജി പ്ലസ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി എന്ന് വരും. അതായത് എഫ് ടോട്ടൽ എന്ന് പറഞ്ഞാൽ എം ജി പ്ലസ് ഫ്രിക്ഷണൽ ഫോഴ്സ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? സോ അത് അപ്ലൈ ചെയ്യണം. സോ എം ജി പ്ലസ് ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ എഫ് ഫ്രിക്ഷൻ എടുക്കാം ഇൻറ്റു വെലോസിറ്റി. ഇതിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ദ ആൻസർ. ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെയ്യാൻ അറിയാലോ. എന്തൊക്കെയാണ് എം ജി എന്നൊക്കെ നിങ്ങളൊന്ന് പറഞ്ഞേ. മാസ് 1800 ആണ്. ജിയുടെ വാല്യൂ 10 എന്ന് എടുക്കുക. അതിനുശേഷം നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്താണ്? ഫ്രിക്ഷണൽ ഫോഴ്സ് ഇവിടെ 400 ന്യൂട്ടൺ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെലോസിറ്റി 2 ആണെന്നും പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യു വിൽ ഗെറ്റ് ദ ഫൈനൽ ആൻസർ. എന്തായിട്ടാണ് വരാൻ പോകുന്നത്? ഇറ്റ് ഈസ് അറൌണ്ട് 44,000. വാട്ട് ഈസ് എ ടോട്ടൽ വർക്ക് ഡൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. സോ പവർ നിങ്ങൾക്ക് ആദ്യം ഇങ്ങനെ കിട്ടുന്നു. ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്? എലിവേറ്ററിൻ്റെ ഫൈനൽ ആൻസറിലേക്ക് നിങ്ങൾ വരേണ്ടത്. ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ ടു യു. ഓക്കെ ആണോ? എല്ലാവർക്കും കൺസെപ്റ്റ് മനസ്സിലായോ? ടോട്ടൽ വർക്ക് ഡൺ ബൈ ദ എലിവേറ്റർ ആണ് നമ്മൾ പറഞ്ഞത്. ദാറ്റ് മീൻസ് ഇറ്റ് ഗീവ്സ് ദ പവർ. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ടു യു. നമുക്ക് അത്രയും ജൂൾസ് എന്ന് വേണമെങ്കിൽ എഴുതാവുന്നതാണ് കേട്ടോ. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഓക്കെ ചിൽഡ്രൻ, അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്ത് നമ്മൾ ഈ ഒരു ചാപ്റ്റർ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. സോ ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ദ ക്വസ്റ്റ്യൻ ഫസ്റ്റ്. ക്വസ്റ്റ്യൻ ഇതാണ്: എ ബോൾ അറ്റ് റെസ്റ്റ് ഇസ് ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ് ഓഫ് 12 meters. അപ്പോൾ ഹൈറ്റ് 12 meters നിന്നാണ് ഒരു ബോൾ നമ്മൾ താഴേക്ക് ഇടുന്നത് കേട്ടോ. ഇറ്റ് ലോസസ് 25% ഓഫ് ഇറ്റ്സ് കൈനറ്റിക് എനർജി ഓൺ സ്ട്രൈക്കിംഗ് ദ ഗ്രൗണ്ട്. ഗ്രൗണ്ടിൽ എത്തിയപ്പോഴേക്കും 25% കൈനറ്റിക് എനർജി നഷ്ടപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ പ്രോപ്പർ കൈനറ്റിക് എനർജിയെ ഗ്രൗണ്ടിൽ എത്തുമ്പോഴുള്ള കൈനറ്റിക് എനർജി എങ്ങനെ എടുക്കാം? ലെറ്റ് ദ കൈനറ്റിക് എനർജി വെൻ ഇറ്റ് സ്ട്രൈക്സ് ദ ഗ്രൗണ്ട് ബി കൈനറ്റിക് എനർജി 1 അല്ലേ? അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ എടുക്കണം? ലെറ്റ് ഇറ്റ് ബി mgh1. ഇനി പറഞ്ഞേക്കുന്നത് എന്താ നോക്കിക്കേ. വെൻ എ ബോഡി സ്ട്രൈക്സ് ദ ഗ്രൗണ്ട് ദ ടോട്ടൽ കൈനറ്റിക് എനർജിയാണ് നമ്മളിപ്പോൾ പറഞ്ഞേക്കുന്നത്. ടോട്ടൽ കൈനറ്റിക് എനർജിയെ നമുക്ക് ഇങ്ങനെ എടുക്കാം. ഓക്കെ, mgh1. ഇനി ഇവിടെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ടല്ലോ. ഇറ്റ് ലോസസ് 25% ഓഫ് ദ കൈനറ്റിക് എനർജി ഓൺ സ്ട്രൈക്കിംഗ് ദ ഗ്രൗണ്ട്. ഓക്കെ, അപ്പോൾ 25% ഓഫ് കൈനറ്റിക് എനർജി പോയി. 25% ഓഫ് കൈനറ്റിക് എനർജി ഈസ് ലോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇനി ബാക്കി എത്ര ശതമാനമേ ഉള്ളൂ? 75% ഉള്ളൂ. യെസ്, പിന്നെ നമുക്ക് ബാക്കിയുള്ളത് എത്രയാണ്? റിമൈനിങ് എനർജി എന്ന് പറയുന്നത് എത്രയാണ്? റിമൈനിങ് എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി ദ 75% ഓഫ് എന്തിൻ്റെയാണ്? mgh1 അല്ലേ? അതായത് ഇങ്ങനെ എടുക്കാം. 0.75 ഇൻറ്റു നമ്മുടെ വാല്യൂ എത്രയാണ്? mgh1. ജസ്റ്റ് അങ്ങനെ ഒന്ന് കൺസിഡർ ചെയ്യുന്നു. ഇനി നമുക്കിതൊന്നും അല്ല കണ്ടുപിടിക്കേണ്ടത്. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഹൈറ്റ് ടു വിത്ത് ഇച്ച് ബൗൺസസ്. എത്ര ഹൈറ്റിലേക്കാണ് ആ ബൗൾ ബൗൺസ് ചെയ്ത് ഉയരാൻ പോകുന്നത്? അപ്പോൾ നമുക്കത് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് അതിനൊരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലേ? സോ വി ക്യാൻ ടേക്ക് ദ ഇക്വേഷൻ ലൈക്ക് ദിസ്. mgh2 ബൗൺസ് ചെയ്യുമ്പോഴുള്ള ഹൈറ്റ് പറയാൻ വേണ്ടിയിട്ട് ആ കേസിലെ എനർജിനെ ഇങ്ങനെ എടുക്കാം. പൊട്ടൻഷ്യൽ എനർജി mgh2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് ഈക്വൽ ടു ദിസ് റിമൈനിങ് എനർജി അല്ലേ? 25% നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴുള്ള mgh1 ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ mg ആൻഡ് mg രണ്ട് സൈഡിലും കോമൺ കട്ടായി പോയി. നമുക്ക് വേണ്ടത് h2 ആണല്ലോ. സോ h2 എന്ന് പറഞ്ഞാൽ 0.75 ഇൻറ്റു h1. h1 ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? h1 എന്ന് പറഞ്ഞാൽ 12 അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 0.75 ഇൻറ്റു 12 എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. സോ നിങ്ങൾ സോൾവ് ചെയ്യുക. യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 9 meters.
എന്താണ് നമ്മുടെ ഫൈനൽ ആൻസർ? 9 മീറ്റേഴ്സ് ഉയരത്തിലായിരിക്കും ആ ബൗള് ബൗൺസ് ചെയ്യാൻ പോകുന്നത്. മനസ്സിലായോ? ഇതൊരു ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ ചിൽഡ്രൻ, അപ്പോൾ നമ്മൾ വർക്ക് എനർജി ആൻഡ് പവർ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും 3 കൺസെപ്റ്റുകളാണ് പഠിച്ചത് അല്ലേ? വർക്ക് എന്താണെന്ന് പഠിച്ചു, അതായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പല പല ടൈപ്സ് ഓഫ് വർക്ക് ഡൺ കണ്ടു, അതിൻ്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനൊക്കെ പഠിച്ചു അല്ലേ? അതിനുശേഷം നമ്മൾ എന്തിലേക്ക് കടന്നു? എനർജിയെക്കുറിച്ച് കണ്ടു. പൊട്ടൻഷ്യൽ എനർജി എന്താണ്, കൈനറ്റിക് എനർജി എന്താണ്, അതിനെക്കുറിച്ച് ഡെറിവേഷൻസ് എല്ലാം പഠിച്ചു കഴിഞ്ഞു അല്ലേ? പ്രോബ്ലംസും പഠിച്ചല്ലോ. ലാസ്റ്റ് നമ്മൾ കണ്ടത് പവറിനെ കുറിച്ചാണ് അല്ലേ? 10 സ്റ്റെപ്പ് 2 പേര് ഒരേ സമയത്ത് ഓടിക്കയറുമ്പോൾ ആദ്യം എത്തുന്ന ആൾക്കാരായിരിക്കും പവർ കൂടുതൽ, ശരിയല്ലേ? കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നവരാണ് പവർഫുൾ എന്ന് പറയുക. സോ ഈ ഒരു ചാപ്റ്ററിലെ എല്ലാ കൺസെപ്റ്റ്സും നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി നമ്മൾ റിവിഷൻ ക്ലാസ് ഒക്കെ ഉണ്ട് കേട്ടോ, അതെല്ലാം കാണണം, നന്നായിട്ട് പഠിക്കുക. സോ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്, ഹാപ്പി ലേണിംഗ്.